5ാം ക്ലാസ്സിലെ മലയാളത്തിൻ്റെ ചോദ്യപേപ്പറാണ്. അതായത് കേരള പാഠാവലിയുടെ ചോദ്യപേപ്പറാണിത്. ഇതിൽ 4ാമത്തെ ചോദ്യം എന്ന് പറയുന്നത് അനുഭവക്കുറിപ്പ്. അമ്മ അതിമനോഹരവും വിവരിക്കാനാവാത്തതുമായ ഒരു അനുഭവമാണ്. ക്ലാസ്സിൽ തയ്യാറാക്കുന്ന സ്നേഹപ്പതിപ്പിലേക്ക് സ്വന്തം അമ്മയെക്കുറിച്ചോ അമ്മയ്ക്ക് തുല്യം സ്നേഹിക്കുന്നവരെക്കുറിച്ചോ ഒരു സ്നേഹാനുഭവം എഴുതി തയ്യാറാക്കുക. ഇതായിരുന്നു ചോദ്യം. ഈ ചോദ്യത്തിന് എൻ്റെ ക്ലാസ്സിലെ ഒരു കുട്ടി എഴുതിയ ഉത്തരം എന്ന് പറയുന്നത് വളരെ ഹൃദയസ്പർശിയായിട്ടാണ് എനിക്കത് തോന്നിയത്. ആ കുട്ടി എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്. ഞാനതൊന്ന് വായിക്കാം. എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വിലപ്പെട്ടതാണ് എൻ്റെ അമ്മ. ഒരു ദിവസം എനിക്ക് രാത്രി ശക്തിയായ ചുമ വന്ന് ഞാൻ ഉറങ്ങാതെ കിടന്നു. എൻ്റെ ചുമ കേട്ട് അമ്മ എഴുന്നേറ്റു. സമയം നോക്കിയപ്പോൾ രാത്രി 11 മണി. പുറകെ എനിക്ക് ശ്വാസമുട്ടലും തുടങ്ങി. ശ്വാസമുട്ടൽ എന്ന് ഞാൻ ഇതുവരെ കേട്ടിട്ട് മാത്രമേ ഉള്ളൂ. അത് ആദ്യമായിട്ടാണ് ഞാൻ അനുഭവിക്കുന്നത്. ശ്വാസമുട്ടൽ തുടങ്ങിയപ്പോഴേക്കും ചങ്കിടിപ്പ് ശക്തമായി. അമ്മയ്ക്ക് പേടിയായി. എനിക്കും ആ അവസ്ഥ. ഞാൻ പിന്നെ അമ്മയെയും കെട്ടിപ്പിടിച്ച് കിടന്നുറങ്ങി. അമ്മ തിരിച്ചും അങ്ങനെ തന്നെ. അമ്മ രാത്രി മുഴുവൻ ഉറക്കമില്ലാതെ ഇരുന്നു. എൻ്റെ ഉറക്കം കഴിഞ്ഞ് എഴുന്നേൽക്കുമ്പോൾ അമ്മ നേരം പോക്കിന് ഫോൺ നോക്കിക്കിടന്നു. സമയം രാത്രി 3 മണി. ഞാൻ ചുമച്ച് മടുത്തു. ഇടയ്ക്ക് അമ്മ പറഞ്ഞു എനിക്ക് പനിയുണ്ടെന്ന്. അമ്മ പാരസെറ്റമോൾ തന്നു, വെള്ളവും തന്നു. ഞാൻ വീണ്ടും ഉറങ്ങി. എഴുന്നേറ്റപ്പോൾ 6:30. അപ്പോൾ അമ്മ എഴുന്നേറ്റിട്ടില്ല. അച്ഛൻ ഓട്ടം പോകാൻ ഒരുങ്ങുകയായിരുന്നു. അപ്പോൾ അമ്മ എഴുന്നേറ്റപ്പോഴേ ചോദിച്ചത് ചുമ കുറഞ്ഞോ എന്നാണ്. എന്നാൽ രാത്രി മുഴുവൻ എൻ്റെ ചുമയും കേട്ട് ഉറങ്ങിയ അച്ഛൻ പോലും ചോദിച്ചില്ല ആശുപത്രിയിൽ പോകണോ എന്ന്. ഞാൻ അച്ഛനോട് ഇക്കാര്യം മിണ്ടിയില്ല. അമ്മ പിന്നെ കുരുമുളക് പൊടിയും പനിക്കൂർക്ക ഇലയും മഞ്ഞൾപ്പൊടിയും കൂടിയിട്ട് വെള്ളം തിളപ്പിച്ച് തന്നു. അതുകൊണ്ട് എൻ്റെ ചുമയും കുറഞ്ഞു. എന്നിട്ട് ഉച്ചയ്ക്ക് ചോറുണ്ണാൻ വന്നപ്പോൾ അച്ഛൻ ചോദിക്കുകയാണ് ആശുപത്രിയിൽ പോയോ എന്ന്. ഞാൻ അച്ഛനോട് പറഞ്ഞു പൈസ തരാതെ എങ്ങനെയാ പോകാനാ. അച്ഛനൊന്നും മിണ്ടാതെ പോയി. ഈ അനുഭവത്തിലൂടെയാണ് എനിക്ക് മനസ്സിലായത് അമ്മയ്ക്ക് എന്നോടാണ് കൂടുതൽ സ്നേഹമെന്ന്.